ഓഹ്, ലാമിൻ യമാൽ ഓരോരോ ഗെയിമുകൾ കഴിയും തോറും നമ്മളെല്ലാവരെയും അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവതാരം, അല്ലെങ്കിൽ കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന യുവതാരം. ഈ ഒരു ഏജിൽ അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്ന റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളമാണ് ഈ ഒരു ഏജിൽ അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്നതിൽ. ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ബെനഫിക്കയുമായിട്ടുള്ള മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും, ആ ഒരു ഗോളും ഒരു അസിസ്റ്റ്, ആ ഗോളിൻ്റെ ഒരു അസിസ്റ്റിൻ്റെ ഒക്കെ ഒരു ലെവൽ എത്രയാണ്, അതിൻ്റെയൊക്കെ ഒരു ചൊറുക്ക് എത്രയാണ് അറിയാം പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഏതായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ഭാവിയിൽ യമാലിൻ്റെ കാലുകളിൽ നിന്ന് ഒരുപാട് മായാജാലങ്ങൾ ഭാവിയിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. കാരണം നെയ്മർ, മെസ്സി, റൊണാൾഡോ ഒക്കെ പോയാൽ ഇനി ആരാണ് നമുക്ക് ഫുട്ബോൾ ലോകത്തുള്ളത്? താരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഒരു മികച്ച ഒരു ക്വാളിറ്റി ഉള്ള താരങ്ങൾ ഇനിയും പിറക്കണമല്ലോ. യമാൽ ഒരു താരം തന്നെയാണ്. നമുക്ക് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇതാ ഇന്നലത്തെ ബെനഫിക്കയുമായിട്ടുള്ള മത്സരത്തിന് ശേഷം ഒരു റെക്കോർഡ് അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. ലയണൽ മെസ്സിക്ക് കഴിയാത്ത ഒരു സംഭവം, അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടുന്ന പ്രായം കുറഞ്ഞ താരം ലാമിൻ യമാൽ. ലയണൽ മെസ്സിക്ക് കഴിയാത്തത്, അല്ലെങ്കിൽ ഫുട്ബോളിലെ മറ്റു താരങ്ങൾക്കൊന്നും കഴിയാത്ത ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഒരു ഗോളിൻ്റെ അസിസ്റ്റിൻ്റെ ഒക്കെ ഒരു ചൊറുക്ക് എത്രയെന്ന് കൂടി പറയണം ഇതിൻ്റെ കൂടെ, എന്നാലേ അത് പൂർണ്ണമാകുള്ളൂ അല്ലേ. എജാതി താരാണ്, എജാതി പ്ലെയറാണ്. ഏതായാലും ബാഴ്സലോണ 3-1 ജയം, ബെനഫിക്കയുമായിട്ടുള്ള വിജയം വിജയിച്ചു. റാഫിന്നയുടെ 2 ഗോള്, യമാലിൻ്റെ ഒരു ഗോളുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് യമാലും കൂട്ടരും, അല്ലെങ്കിൽ റാഫിന്നയുടെ FC ബാഴ്സലോണ കുതിച്ച് കയറി എന്നുള്ളതാണ്. സൂപ്പർ താരം ലാമിൻ യമാൽ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്ന് വ്യത്യസ്തമായത് തന്നെയായിരുന്നു അല്ലേ.